ഹെവി വാഹനമായ ടാങ്കറിലെത്തി ഇന്ധനം നിറയ്ക്കുന്നത് ഒരു വനിതയാണ്. ടാങ്കർ ലോറി ഡ്രൈവറായ ചൂഴാറ്റുകോട്ടയിലെ അഭിമാന താരം സുജ. മലയം ചൂഴാറ്റുകോട്ടക്കാർക്ക് ഈ കാഴ്ച കൗതുകമുള്ള ഒന്നല്ല. കാരണം സുജയുടെ ദൃഢനിശ്ചയം കണ്ടവരാണവർ. ഡ്രൈവിംഗ് ഫീൽഡിൽ ആദ്യമായിട്ട് ഇറങ്ങുന്നത് ഷീ ടാക്സിയുടെ സമയത്താണ്. അപ്പം ആദ്യമായിട്ട് ഞങ്ങൾ ഓൾ കേരള ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ടാക്സിയിൽ. പിന്നെ തമിഴ്നാട്, കന്യാകുമാരി, മധുര അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ബസ് ഫീൽഡിലേക്ക് വരുമ്പോഴത്തേനും 2022 സ്കൂൾ ബസ്സിലേക്ക് കയറുന്നത്. 23 കോട്ടഹില്ലിൽ വന്ന സമയത്താണ് കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് സ്കൂൾ ബസ് വനിതാ ഡ്രൈവർ എന്നുള്ള ബഹുമതി കിട്ടിയത്. ചെറുപ്പത്തിൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവറുടെ അടുത്ത് തന്നെ ഇരിപ്പിടം തേടും. ഡ്രൈവർ വാഹനം ഓടിക്കുമ്പോഴുള്ള കൈയുടെയും കാലിന്റെയും ചലനങ്ങൾ ശ്രദ്ധിക്കും. കാര്യം എനിക്ക് ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. എന്റെ ഹസ്ബൻഡ് കല്യാണം ആലോചിച്ച് വന്ന സമയത്ത് തന്നെ എനിക്ക് ഹെവി എടുക്കാൻ വിടുവാണെങ്കിൽ ഞാൻ കല്യാണത്തിന് സമ്മതിക്കുന്നുള്ളൂ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി ഇതുവരെ എനിക്ക് തടസ്സം നിന്നിട്ടില്ല. ഞാനൊരു സപ്പോർട്ടാണ്. ഹെവി എടുത്തിട്ട് 15 വർഷമായി. ടോട്ടലി ലൈസൻസ് എടുത്തിട്ട് 25 വർഷമായി. മറ്റു വാഹനങ്ങൾ ഓടിക്കാൻ ഹെവി ലൈസൻസ് മതിയെങ്കിലും ടാങ്കർ ലോറി ഓടിക്കാൻ ഹസാഡസിന്റെ ലൈസൻസ് വേണം. അപ്പൊ ഞാൻ 2022 ഹസാഡസിന്റെ ലൈസൻസ് എടുത്ത് ഇപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് ഇതിലോട്ട് കിട്ടിയത്. ഞാൻ ഒത്തിരി വർഷം കൊണ്ട് ആഗ്രഹിച്ചതാണ് ടാങ്കർ ഓടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി എനിക്ക് ഓൾവോ ലൈസൻസ് എടുക്കണമെന്നുണ്ട്. കാര്യം ഓൾവോയും ഓടിക്കണം. ബാക്കി ഏകദേശം എല്ലാ വെഹിക്കിൾസും ഞാൻ ഓടിച്ചു. സുജയുടെ ഭർത്താവ് അൽഫോൺസും 2 മക്കളും ആ ഉറച്ച ദൃഢനിശ്ചയത്തോടൊപ്പം കൂടെയുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. തത്സമയം ഗോകുൽനാഥ് ചേർന്ന്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. എന്ത് രസമായിട്ടാണല്ലേ, എന്ത് സ്റ്റൈലായിട്ടാണ് ആ വാഹനം ഓടിക്കുന്നത്. ഈ വലിയ വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവരോട് വല്ലാത്തൊരു ആരാധന തോന്നാറുണ്ട് എനിക്ക്. പ്രത്യേകിച്ചും ഇപ്പോൾ സുജ എന്ന ഈ വനിതയെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം, അഭിമാനവും തോന്നുന്നു ഗോകുലെ. സ്ത്രീകൾ അങ്ങനെ ഓരോ മേഖലയിലും അതിശക്തമായി അവരുടെ കാൽപാദങ്ങൾ വെച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ചില മേഖലകളിലേക്ക് വരുമ്പോൾ സ്ത്രീകളുടെ മുന്നേറ്റം ഗണ്യമായി കുറവുമുണ്ട്. ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ ഡ്രൈവിംഗ് മേഖലയിലേക്കും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില മേഖലകളിലേക്കും പരിശോധിക്കുമ്പോൾ പൈലറ്റുമാരാകുന്നു, ലോക്കോ പൈലറ്റ് ആകുന്നു, അങ്ങനെ നിരവധി മേഖലകളിലേക്ക് സ്ത്രീകൾ എത്തുന്നുണ്ടെങ്കിലും ഒരു ടാങ്കർ ലോറി ഓടിക്കുന്ന തരത്തിലേക്കൊന്നും സ്ത്രീകൾ മാറിയിട്ടുമുണ്ട്. പക്ഷേ അപ്പോഴും അവിടെ ആ ഒരു ഗണ്യമായ കുറവുണ്ട് സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ. അവിടെയാണ് സുജ വ്യത്യസ്തമായി നിൽക്കുന്നത്. സുജയ്ക്ക് ഹെവി വാഹനങ്ങൾ ഓടിക്കാനുള്ള ഒരു താല്പര്യം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. ആ താല്പര്യം അങ്ങനെ മുൻപോട്ട് പോകുന്നതിനിടയ്ക്ക് ടാങ്കർ ലോറി എന്നൊരു മോഹം മനസ്സിലേക്ക് വരികയും ചെയ്തു. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമായിട്ട് ഉദിച്ചിരുന്നത് ഈ ഭാവിയിലേക്ക് വരുമ്പോൾ, ജീവിതത്തിൻ്റെ ഭാവിയിലേക്ക് വരുമ്പോൾ കണക്ക് കൂട്ടുമ്പോൾ അതെങ്ങനെയാകും എന്നുള്ള കാര്യത്തിലൊക്കെ സുജയ്ക്ക് വലിയ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. പക്ഷേ ആ സമയത്തൊക്കെ തന്നെ ഭർത്താവും കുട്ടികളും സുജയ്ക്കൊപ്പം കൂട്ടുനിന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് വിവാഹം കഴിക്കുന്ന സമയത്ത് കല്യാണാലോചനയുമൊക്കെ ബന്ധപ്പെട്ട ആളുകൾ വരുമ്പോഴൊക്കെ സുജയ്ക്ക് ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തനിക്ക് ഹെവി വാഹനം ഓടിക്കണം. അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന തരത്തിലൊരാൾ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിലേക്ക് മുൻപോട്ട് പോവുകയുള്ളൂ എന്നുള്ളൊരു ദൃഢനിശ്ചയം സുജ എടുത്തിരുന്നു. സുജയുടെ ദൃഢനിശ്ചയങ്ങൾ പലപ്പോഴും വിജയിച്ചതായിട്ടും കാണാം. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഹെവി വാഹനം ഓടിക്കുന്നതും അങ്ങനെ മുൻപോട്ട് പോകുന്നതും. സുജയിച്ച് തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇതുവരെയും ഹെവി വാഹനം ഓടിച്ചുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും മറ്റ് സമൂഹത്തിൻ്റെ യാതൊരു തുറകളിൽ നിന്നും ഉണ്ടായിട്ടില്ല. സാധാരണ സ്ത്രീകൾക്ക് നേരിടുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ കോവിഡിൻ്റെ സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും നേരിട്ടിട്ടുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്ത്രീകൾ തങ്ങളുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തങ്ങളുടെ ആ ഒരു മേഖലകളിലെ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. എങ്കിലും ആ ഒരു മേഖലയിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് അതിശക്തമായി തന്നെ ഈ ഹെവി വാഹനങ്ങൾ ഓടിക്കുന്ന തരത്തിലേക്ക് കൂടെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ കഴിഞ്ഞ കുറേ കാലം മുൻപാണ് ഒരു അമ്മയുടെ കഥ നമ്മൾ കേൾക്കാനിടയായത്. കാരണം ആദ്യകാലത്ത് ഒരു സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ നിരത്തിലൂടെ പായുമ്പോൾ പലപ്പോഴും ഇത്തരത്തിൽ ചില കളിയാക്കലുകളൊക്കെ നേരിട്ടിട്ടുള്ള കഥകൾ നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ വന്ന കാലത്ത്, മാറുന്ന കാലത്ത് അതൊന്നും ഒരു പ്രശ്നമല്ല. അതിനപ്പുറത്തേക്ക് ജീവിതമാണ്. നമുക്ക് എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത്, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ആ ആഗ്രഹം നേടുക എന്നുള്ള കാര്യമാണ് ഏറ്റവും വലുത്. അതിനുള്ള ഉത്തമ ഉദാത്ത മാതൃക തന്നെയാണ് സുചേച്ചി. എന്തായാലും സുചേച്ചി ഇങ്ങനെ വാഹനം ഓടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ചിലർക്കെങ്കിലും ഒരു കൗതുകമായിരിക്കും. അഭിമാനം, സന്തോഷം ഇതൊന്നും മറച്ചു വെക്കുന്നില്ല, വാരി കോരി തരികയാണ്.